ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2152. ഇന്ന് നവംബർ മാസം 21-ാം തീയതി. ഈ ആണ്ടിലെ 325-ാമത്തെ ദിവസത്തിലെത്തി. ശരിയാണ്, കുറച്ചും കൂടി വില കൽപ്പിക്കാൻ പറ്റുമോ? ദൈവത്തിനായാലും മനുഷ്യബന്ധങ്ങളിലായാലും അങ്ങനെ കുറച്ചും കൂടി മൂല്യം കൽപ്പിക്കാൻ നമുക്കായാൽ അവയ്ക്ക് കുറെ കൂടി സ്വാഭാവിക വൈശിഷ്ട്യമുണ്ടെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തും. അവയെ കുറെ കൂടി കരുതലോടും കാര്യഗൗരവത്തോടും കൂടി മാത്രം നമ്മൾ പരിചരിക്കും. അവയെ സംരക്ഷിക്കാനും അവയുടെ പുതുമ നിലനിർത്താനും സ്വന്തം പെരുമാറ്റ രീതികൾ പോലും നമ്മൾ ക്രമീകരിക്കും. ഒരാൾ എന്തിന് വില കൽപ്പിക്കുന്നുവോ അതൊട്ടും ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയും അയാൾക്കുണ്ടാവും. അതേന്ന് ഒരു സംശയമില്ല. സ്ഥിരമായി പേന നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് അയാളുടെ പ്രധാന ദുശീലം. അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ പേനയാണ് അയാൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 1 രൂപയ്ക്ക് കിട്ടുന്ന പേന. ഈ ഒരു ദുശീലത്തെക്കുറിച്ച് സുഹൃത്തിനോടൊരിക്കൽ പറഞ്ഞപ്പോൾ സുഹൃത്തൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചു. ഇനി വില കൂടിയ പേന മാത്രം നീ ഉപയോഗിക്കാവൂ. അയാളുടെ നിർദ്ദേശം പാലിച്ച് അയാൾ സ്വർണം പൂശിയ ഒരു പേന വാങ്ങി. കുറെ മാസങ്ങൾക്ക് ശേഷം സുഹൃത്തുമായി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ സുഹൃത്ത് അവനോട് അവന്റെ ദുശീലത്തെക്കുറിച്ച് ചോദിച്ചു. അവന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു: 6 മാസമായി സ്വർണം പൂശിയ പേന തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് നഷ്ടപ്പെട്ടില്ല. സുഹൃത്ത് പറഞ്ഞു, ആ പേനയുടെ വിലയാണ് നിങ്ങളുടെ അശ്രദ്ധയും അലസതയും ഒക്കെ മാറ്റിയെടുത്തത്. ഓർത്തു നോക്കിയേ, ഒരാൾ എന്തിനു വില കൽപ്പിക്കുന്നുവോ അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കുറെയെങ്കിലുമൊക്കെ ഒരു ജാഗ്രത പുലർത്തും. സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ ഒരു ചങ്ങാത്തം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. ആരോഗ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നവർ അനാരോഗ്യകരമായതൊന്നും അനുവർത്തിക്കില്ല. ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വില നൽകുന്നത് അത് അവരുടെ ശീലങ്ങളും ഇടപെടലുകളും നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാം. തുടർച്ചയായി എന്തെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, തുടർച്ചയായി നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ഉടനടി പരിശോധിക്കേണ്ടതുണ്ട്. 1, അവയ്ക്ക് നൽകിയിരിക്കുന്ന വില. 2, അവ കൈകാര്യം ചെയ്യുന്ന എൻ്റെ രീതി. ഓരോന്നിനും അവ അർഹിക്കുന്ന വില നൽകുക എന്നതാണ് അമൂല്യമായതൊന്നും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ചെറുതായി കാണുന്നത് കൊണ്ടാണ് പലതും വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. ദൈവത്തെയും നമ്മളങ്ങനെ തീരെ ചെറുതാക്കി കളഞ്ഞു. പിന്നെ ദൈവം ഏൽപ്പിച്ച ഒപ്പമുള്ള കുറെ മനുഷ്യരെ, ഏറെ മനുഷ്യബന്ധങ്ങളെ ഒന്ന് തിരുത്തിയെടുക്കാനായിട്ട് ക്രിസ്തുയേശു നമുക്ക് നല്ലൊരു മാതൃകയാണ്, വഴികാട്ടിയാണ്. ആമേൻ.